ചേട്ടാ പേരെന്ന് പറയാമോ? എന്റെ പേര് ദുൽക്കി. ദുൽക്കി. എവിടെയാണ് വീട്? എവിടെ? കൊല്ലംകാരനാണ്. മൈലാപ്പൂര്. ഓക്കെ. ചേട്ടാ നമ്മുടെ ഈ കൊല്ലംകാർ കുറെ നാളുകളായിട്ട് കുറെ അപമാനങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ഫുഡിന്റെ പേര് അടി ഉണ്ടാക്കുന്നവരാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താ? കൊല്ലംകാര് അത്ര മോശക്കാരാണോ? അല്ല, എവിടെ അടി ഉണ്ടാക്കി എന്നുള്ളതാണ് പറഞ്ഞത്. ഫുഡിന് വേണ്ടിയിട്ട് എവിടെ എങ്ങനെ അടി? നമ്മുടെ ലേസിന് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാർത്തകളിലൊക്കെ കാണുന്നില്ലേ? ഈ സലാഡിന് വേണ്ടി, പപ്പടത്തിന് വേണ്ടി. അപ്പൊ ഈ സലാഡിന് വേണ്ടി അടി ഉണ്ടാന്ന് പറയുമ്പോ നമ്മളെ പിണക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഓഡിറ്റോറിയത്തിലാണ്. സത്യത്തിൽ അത് കൊല്ലംകാർ എന്ന് പറയാൻ പറ്റത്തില്ല. സപ്ലൈ ചെയ്തവരും ഫുഡ് സപ്ലൈ, അതായത് കുക്കും അവിടെ പാചകം അവരും ഈ പിന്നെ സാധനം വിളമ്പുന്ന ആൾക്കാരുമായിട്ടുള്ളതാണ്. അല്ലാതെ വന്ന വീട്ടുകാരോ അല്ലെങ്കിൽ അവിടെ അതിന് വന്ന ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നവരോ ആരും അല്ല ആ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ആൾക്കാർ പൊതുവെ കൊല്ലം അതിന് വേറെ ടിസ്റ്റ്. ഞാൻ ഓർത്തിരിക്കുന്നത് കാരണം മലപ്പുറത്ത് തന്നെ വിളിച്ചിട്ടുണ്ട്. മലപ്പുറം ബേസ് ചെയ്തിരിക്കുന്ന റിലേഷനിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് കണ്ടിട്ട് അന്ന് എന്റെ മകളുടെ കല്യാണമായിരുന്നു. മെയ് 18 തീയതി ആ സംഭവം നടക്കുന്നത്. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് ഈ സംഭവം നടന്നത്? അപ്പോൾ നമ്മൾ അടുത്താണ്, നമ്മളവിടെയല്ല. അപ്പൊ അതൊക്കെ ഇരിക്കാൻ ഓർമ്മയുണ്ട്. അതുകൊണ്ട് പറയാം. അല്ല, അപ്പൊ അങ്ങനെ ഇപ്പൊ എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ നടക്കണമെന്ന് വിചാരിച്ചു കൊല്ലക്കാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എല്ലായിടത്തും ഉണ്ട്. പാവമൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും ഓരോ ഫീൽഡിൽ നമ്മൾ ഓരോ കാര്യത്തിൽ ബന്ധപ്പെടുമ്പോഴാണ് അത് പാവമാണോ ഭയങ്കരമാണോ എന്നൊക്കെ നമുക്ക് അറിയുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മളിവിടെ വിദേശത്ത് പോയാലും ചേട്ടൻ അവിടെയും കാണും ഇങ്ങനെ. അതൊന്നും ആരുടെയും ശ്രദ്ധയപ്പെടാത്തതുകൊണ്ട് മാത്രമേ ഉള്ളൂ കാര്യം. അങ്ങനെ പ്രശ്നമില്ല. കൊല്ലക്കാരത്ര മോശക്കാരൊന്നും അല്ല. എല്ലാ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് എന്റെ തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അറിവ് പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി.